ഹായ് ഓൾ, നമസ്കാരം. കേരള PSC നടത്തിയ അസിസ്റ്റൻറ്റ് കമ്പൈലർ പരീക്ഷയുടെ ചോദ്യപേപ്പറാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. ക്വസ്റ്റ്യൻ കോഡ് 059/2024. ഈ പരീക്ഷയിൽ ചോദിച്ച ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട അനുബന്ധ വിവരങ്ങളുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തെ ചോദ്യം നോക്കാം. താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളുടെ ശരിയായ കാലഗണന ക്രമം ഏത്? കുളച്ചൽ യുദ്ധം എന്നായിരുന്നു 1741 കുളച്ചൽ യുദ്ധം. കുണ്ടറ വിളംബരം 1809. ആറ്റിങ്ങൽ കലാപം 1721 ആറ്റിങ്ങൽ കലാപം. ശ്രീരംഗപട്ടണ ഉടമ്പടി 1792. കുളച്ചൽ യുദ്ധം 1741, കുണ്ടറ വിളംബരം 1809, ആറ്റിങ്ങൽ കലാപം 1721, ശ്രീരംഗപട്ടണ ഉടമ്പടി 1792. ഇവിടെ ആദ്യം വരുന്നത് ഏതാണ്? ആദ്യം വരുന്നത് ആറ്റിങ്ങൽ കലാപമാണ്. 3 ആണ് ആദ്യം വരുന്നത്. പിന്നെ വരുന്നത് ഏതാണ്? കുളച്ചൽ യുദ്ധമാണ്. 1 രണ്ടാമത് വരുന്നത്. 1 വരുന്നത്. പിന്നെ വരുന്നത് ഏതാണ്? 1792 ശ്രീരംഗപട്ടണ ഉടമ്പടി. 1792. സോ 4 അടുത്തത് വരുന്നത്. 4. അവസാനമായി വരുന്നതാണ് കുണ്ടറ വിളംബരം. 1809 2 ആണ്. 3142 എന്ന ഓപ്ഷനാണ് ശരിയായി വരുന്നത്. അപ്പോൾ ഏതാണ്? 3142 ഇതല്ലേ? ഓപ്ഷൻ ബി അല്ലേ വരുന്നത്? സോ നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഓപ്ഷൻ ബി ആണ് ഉത്തരം. അടുത്ത ചോദ്യം നോക്കാം. രണ്ടാമത്തെ ചോദ്യം നോക്കാം. ചുവടെ സൂചിപ്പിച്ചിരിക്കുന്ന സംഭവങ്ങളെയും വ്യക്തികളെയും മനസ്സിലാക്കി ചേരുംപടി ചേർക്കുക. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. തോമസ് പെയിൻ ആണ് അല്ലേ? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട വ്യക്തി തോമസ് പെയിൻ ആണ്. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് തോമസ് പെയിൻ രചിച്ച ലേഖനമാണ് കോമൺ സെൻസ് എന്ന ലേഖനം തോമസ് പെയിൻ ആണ് രചിച്ചത്. കോമൺ സെൻസ് തോമസ് പെയിൻ ആണ് രചിച്ചത്. എന്തായിരുന്നു പറഞ്ഞത്? കോമൺ സെൻസ് എന്ന ലേഖനത്തിൽ എന്താണ് അദ്ദേഹം പറഞ്ഞത്? ഇംഗ്ലണ്ടിൽ നിന്ന് വേർപിരിയുകയാണ് അമേരിക്കക്കാരെ സംബന്ധിച്ച് വിവേകപൂർവമായ പ്രവൃത്തി എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. ഇംഗ്ലണ്ടിൽ നിന്ന് വേർപിരിയുകയാണ് അമേരിക്കക്കാരെ സംബന്ധിച്ച് വിവേകപൂർവമായ പ്രവൃത്തി എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. സോ അതുകൊണ്ടാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം തോമസ് പെയിനുമായിട്ട് ബന്ധപ്പെട്ടത്. അടുത്തത് ഫ്രഞ്ച് വിപ്ലവം ആരാണ്? വോൾട്ടെയർ ആണ് ഫ്രഞ്ച് വിപ്ലവം. വോൾട്ടെയർ ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെടാൻ കാരണം എന്താണ്? ഫ്രഞ്ച് സമൂഹത്തെ തിരിച്ചിരുന്നത് 3 എസ്റ്റേറ്റുകളായിട്ടായിരുന്നു. അതിൽ ആദ്യത്തെ എസ്റ്റേറ്റ് ആയിരുന്നു പുരോഹിതന്മാർ. ഒന്നാം എസ്റ്റേറ്റിലുള്ള ആളുകളായിരുന്നു പുരോഹിതന്മാർ. ഈ പുരോഹിതന്മാരുടെ ചൂഷണത്തെ പരിഹസിച്ച ചിന്തകനായിരുന്നു വോൾട്ടെയർ. യുക്തിചിന്ത, സമത്വം, മനുഷ്യസ്നേഹം എന്നിവ പ്രോത്സാഹിപ്പിച്ച ചിന്തകൻ കൂടിയായിരുന്നു വോൾട്ടെയർ. യുക്തിചിന്ത, സമത്വം, മനുഷ്യസ്നേഹം എന്നിവയൊക്കെ പ്രോത്സാഹിപ്പിച്ച ചിന്തകനായിരുന്നു വോൾട്ടെയർ. ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട് വോൾട്ടെയർ കൂടാതെ റൂസോ, മോണ്ടസ്ക്യൂ ഇവരും ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട വ്യക്തികളാണ്. റൂസോ, വോൾട്ടെയർ, മോണ്ടസ്ക്യൂ ഇത് ഫ്രഞ്ച് തത്വചിന്തകന്മാരായിരുന്നു. അടുത്തത് ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം സൈമൺ ബൊളീവർ ആണ്. ലാറ്റിൻ അമേരിക്കൻ വിപ്ലവവുമായി ബന്ധപ്പെട്ട വ്യക്തി സൈമൺ ബൊളീവർ ആയിരുന്നു. ലാറ്റിൻ അമേരിക്കൻ വിപ്ലവത്തിന് നേതൃത്വം നൽകിയവരിൽ ഒരാളായിരുന്നു സൈമൺ ബൊളീവർ. അതുപോലെ സൈമൺ ബൊളീവറിനെ പോലെ തന്നെ അതിന് നേതൃത്വം കൊടുത്ത, അതായത് ലാറ്റിൻ അമേരിക്കൻ വിപ്ലവത്തിന് നേതൃത്വം കൊടുത്ത മറ്റു വ്യക്തികൾ കൂടിയാണ് ജോസെ ഡി സാൻ മാർട്ടിനും ഫ്രാൻസിസ്കോ മിരാഡയും ലാറ്റിൻ അമേരിക്കൻ വിപ്ലവത്തിന് നേതൃത്വം കൊടുത്ത ആളുകളായിരുന്നു. അടുത്തത് റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് ട്രോട്സ്കി. റഷ്യൻ വിപ്ലവവുമായി ട്രോട്സ്കി എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് നോക്കാം. റഷ്യൻ വിപ്ലവ സമയത്ത് മാർക്സിസ്റ്റ് ആശയങ്ങളിൽ ഉൾക്കൊണ്ട് തൊഴിലാളികൾക്ക് വേണ്ടി ഒരു പാർട്ടി രൂപീകരിച്ചു. ആ പാർട്ടിയായിരുന്നു റഷ്യൻ സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി എന്ന പാർട്ടി തൊഴിലാളികൾക്ക് വേണ്ടി
റഷ്യൻ വിപ്ലവ സമയത്ത് രൂപീകരിച്ചു. ആ പാർട്ടി രൂപീകരിച്ചത് ലെനിൻ ആയിരുന്നു. 1898 ആ പാർട്ടി രൂപീകരിച്ചത് ലെനിൻ്റെ നേതൃത്വത്തിൽ. ആ സമയത്ത് ഈ പാർട്ടി 2 വിഭാഗങ്ങളായി പിരിഞ്ഞു. റഷ്യൻ സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി രണ്ടായി പിരിഞ്ഞു. അതിൽ ഒന്ന് മെൻഷെവിക്കുകളും രണ്ടാമത്തേത് ബോൾഷെവിക്കുകളുമായിരുന്നു. മെൻഷെവിക്കുകളും ബോൾഷെവിക്കുകളും. മെൻഷെവിക്കുകൾ ന്യൂനപക്ഷവും ബോൾഷെവിക്കുകൾ ഭൂരിപക്ഷവുമായിരുന്നു. ഇതിൽ ബോൾഷെവിക് പാർട്ടിക്ക് നേതൃത്വം നൽകിയതാണ് ട്രോട്സ്കിയും ലെനിനും. ബോൾഷെവിക് പാർട്ടിക്ക് നേതൃത്വം നൽകിയ ആളുകളാണ് ട്രോട്സ്കിയും ലെനിനും. സോ അതുകൊണ്ടാണ് ഇവിടെ റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ട് ട്രോട്സ്കി വരാൻ കാരണം. സോ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം തോമസ് പെയിന്. അപ്പോൾ 1C ആണ് ആദ്യത്തേത്. 1C ആണ് വരുന്നത്. ആദ്യത്തെ പേര് 1C ആണ്. സോ 1C വരുന്ന ഓപ്ഷൻസ് നോക്കാം. 1C വരുന്ന ഓപ്ഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഏതൊക്കെയാണ് വരുന്നത്? ഓപ്ഷൻ എയും ഓപ്ഷൻ സിയും ആണ്. ബിയും ഡിയും ക്യാൻസൽ ചെയ്യാം അല്ലേ? 1C അല്ലേ വരുന്നത്. രണ്ടാമത്തേത് ഫ്രഞ്ച് വിപ്ലവം. ഫ്രഞ്ച് വിപ്ലവം 2A ആണ്. രണ്ടാമത്തേത് ഫ്രഞ്ച് വിപ്ലവം 2A ആണ് വരുന്നത്. സോ 2A വരുന്നത് ഏതാണ്? ഓപ്ഷൻ എ ഉത്തരം കിട്ടി. ഓപ്ഷൻ എ ഉത്തരം നമുക്ക് കിട്ടി. 1C 2A. പിന്നെ 3D ആണല്ലേ വരുന്നത്. 3D 4B ഉത്തരം. അപ്പോൾ ഏതാണ്? ഓപ്ഷൻ എ ആണ് ഉത്തരം. അടുത്ത ചോദ്യം, 1857 കലാപത്തെക്കുറിച്ച് ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായത് അല്ലെങ്കിൽ ശരിയായവ തിരഞ്ഞെടുക്കുക. 1857 കലാപത്തെ ഇന്ത്യയുടെ 1ാം സ്വാതന്ത്ര്യ സമരം എന്ന് അറിയപ്പെടുന്നു. ഇന്ത്യയുടെ 1ാം സ്വാതന്ത്ര്യ സമരം എന്നറിയപ്പെടുന്ന കലാപം കൂടിയാണ് 1857 കലാപം. ഈ 1857 കലാപത്തെ ബ്രിട്ടീഷ് ചരിത്രകാരന്മാർ വിളിച്ചിരുന്ന പേരായിരുന്നു ശിപ്പായി ലഹള. ശിപ്പായി ലഹള എന്നായിരുന്നു 1857 കലാപത്തെ ബ്രിട്ടീഷ് ചരിത്രകാരന്മാർ വിളിച്ചത്. ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. 1857 കലാപം ആരംഭിച്ചത് ആവടിയിലാണ്. 1857 കലാപം ആരംഭിച്ചത് ആവടിയിലാണ്. ആവടിയിലല്ല, എവിടെയാണ്? മീററ്റിലായിരുന്നു. മീററ്റ്, ഉത്തർപ്രദേശ്. മീററ്റിലായിരുന്നു. മീററ്റിലെ എവിടെ വെച്ചിട്ടായിരുന്നു? മീററ്റിലെ പട്ടാളത്താവളത്തിലെ പട്ടാളത്താവളത്തിലെ ശിപ്പായികളാണ് ഈ കലാപം ആരംഭിച്ചത്. അതുകൊണ്ടാണ് ഇത് ശിപ്പായി ലഹള എന്നും അറിയപ്പെടാൻ കാരണമായത്. അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. കർഷകരും കരകൗശല തൊഴിലാളികളും കലാപത്തിൽ പങ്കെടുത്തിരുന്നു. കർഷകരും കരകൗശല തൊഴിലാളികളും കലാപത്തിൽ പങ്കെടുത്തിരുന്നു. അത് ശരിയായ സ്റ്റേറ്റ്മെൻറ്റാണ്. അടുത്തത്, ഫൈസാബാദിൽ കലാപം നയിച്ചത് ബീഗം ഹസ്രത്ത് മഹൽ ആയിരുന്നു. ഫൈസാബാദിൽ കലാപം നയിച്ചത് ബീഗം ഹസ്രത്ത് മഹൽ ആയിരുന്നു. ഫൈസാബാദിൽ കലാപം നയിച്ചത് ആരായിരുന്നു? മൗലവി അഹമ്മദുള്ളയാണ്. മൗലവി അഹമ്മദുള്ളയായിരുന്നു ഫൈസാബാദിൽ കലാപം നയിച്ചത്. എന്നാൽ ബീഗം ഹസ്രത്ത് മഹൽ എവിടെയായിരുന്നു? ലക്നൗവിലാണ് ബീഗം ഹസ്രത്ത് മഹൽ ഈ കലാപം നയിച്ചത്. അപ്പോൾ മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ഉത്തരം തെറ്റാണ്. തെറ്റായ സ്റ്റേറ്റ്മെൻറ്റാണ്. അടുത്തത്, 1857 കലാപത്തിന് ശേഷം ഇന്ത്യയുടെ ഭരണം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും ബ്രിട്ടീഷ് പാർലമെൻറ്റ് ഏറ്റെടുത്തു. 1857 കലാപത്തിന് ശേഷം ഇന്ത്യയുടെ ഭരണം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും ബ്രിട്ടീഷ് പാർലമെൻറ്റ് ഏറ്റെടുത്തു. അത് ശരിയായ സ്റ്റേറ്റ്മെൻറ്റാണ്. അപ്പോൾ നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. ഇവിടെ ശരിയായ സ്റ്റേറ്റ്മെൻറ്റ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചത്. 2ഉം 4ഉമാണ് ശരിയായിട്ട് വരുന്നത്. അപ്പോൾ ഓപ്ഷൻ ഏതാണ്? സി ആണ് ഉത്തരം. അടുത്ത ചോദ്യം, മാർത്താണ്ഡവർമ്മയുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന വസ്തുക്കൾ വായിച്ച് ഉത്തരങ്ങൾ തിരഞ്ഞെടുക്കുക. മാർത്താണ്ഡവർമ്മയുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന വസ്തുക്കൾ വായിച്ച് ഉത്തരങ്ങളിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ്, മാർത്താണ്ഡവർമ്മ അവതരിപ്പിച്ചു വന്ന വാർഷിക ബജറ്റ് പതിവ് കണക്ക് എന്ന പേരിലാണ് അറിയപ്പെട്ടത്. മാർത്താണ്ഡവർമ്മ അവതരിപ്പിച്ചു വന്ന വാർഷിക ബജറ്റ് പതിവ് കണക്ക് എന്ന പേരിലാണ് അറിയപ്പെട്ടത്. അത് ശരിയായ സ്റ്റേറ്റ്മെൻറ്റാണ്. അടുത്തത്, 1950 ജനുവരി 3-ാം തീയതി തൃപ്പടിദാനം നടത്തി. 1950 ജനുവരി 3-ാം തീയതി തൃപ്പടിദാനം നടത്തി. അതും ശരിയായ സ്റ്റേറ്റ്മെൻറ്റാണ്.
ദേവസ്വം ബ്രഹ്മസ്വം ഭൂമികളുടെയും ഭൂമി അളന്ന് തിട്ടപ്പെടുത്തി. ദേവസ്വം ബ്രഹ്മസ്വം ഭൂമികളുടെയും ഭൂമി അളന്ന് തിട്ടപ്പെടുത്തി. അതും ശരിയാണ്. കർഷകരിൽ നിന്നും അദ്ദേഹം സൈനികരെ നിയമിച്ചിരുന്നു. കർഷകരിൽ നിന്നും അദ്ദേഹം സൈനികരെ നിയമിച്ചിരുന്നു. ആ ഒരു പ്രസ്താവനയും ശരിയാണ്. മുകളിൽ പറഞ്ഞവയെല്ലാ പ്രസ്താവനകളും ശരിയാണ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. മുകളിൽ പറഞ്ഞവയെല്ലാം. അഞ്ചാമത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ ഏത് പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകളാണ് ശരിയല്ലാത്തത്? താഴെ പറയുന്നവയിൽ ഏത് പ്രസ്താവനകളാണ് ശരിയല്ലാത്തത്? ആദ്യത്തെ പ്രസ്താവന നോക്കാം. അമേരിക്കയിലെ ന്യൂയോർക്കിലാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ ആസ്ഥാനം. അമേരിക്കയിലെ ന്യൂയോർക്കിലാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ ആസ്ഥാനം. അത് ശരിയാണ്. ന്യൂയോർക്കിലെ മാൻഹട്ടനിലാണ്. മാൻഹട്ടനിൽ 1945 ഒക്ടോബർ 24 ഐക്യരാഷ്ട്ര സംഘടന നിലവിൽ വന്നത്. അതിൻ്റെ ആസ്ഥാനം ന്യൂയോർക്കിലെ മാൻഹട്ടനാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. അന്റോണിയോ ഗുട്ടറസ് 2020 ഐക്യരാഷ്ട്ര സംഘടനയുടെ സെക്രട്ടറി ജനറലായി തിരഞ്ഞെടുക്കപ്പെട്ടത്. അന്റോണിയോ ഗുട്ടറസ് 2017 ഐക്യരാഷ്ട്ര സംഘടനയുടെ ഒൻപതാമത്തെ സെക്രട്ടറി ജനറലായി തിരഞ്ഞെടുക്കപ്പെട്ടത്. നിലവിൽ അദ്ദേഹം തന്നെയാണ് 9ാമത്തെ സെക്രട്ടറി ജനറലാണ്. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. അടുത്തത് നോക്കാം. അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുടെ ആസ്ഥാനം വിയന്നയിലാണ്. അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുടെ ആസ്ഥാനം വിയന്നയിലാണ്. അത് ശരിയായ സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ്. വിയന്നയിലാണ് അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുടെ ആസ്ഥാനം. നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ സുരക്ഷാ സമിതിയിൽ നിലവിൽ 15 അംഗങ്ങളാണ് ഉള്ളത്. ഐക്യരാഷ്ട്ര സംഘടനയുടെ സുരക്ഷാ സമിതിയിൽ നിലവിൽ 15 അംഗങ്ങളാണുള്ളത്. അത് ശരിയായ സ്റ്റേറ്റ്മെൻറ്റാണ്. ഇവിടെ തെറ്റായ പ്രസ്താവന ഏതാ എന്നാണ് ചോദ്യം. തെറ്റായി വന്നത് 2 ആണ്. തെറ്റായ പ്രസ്താവന 2 ആണ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് ഉത്തരം. രണ്ട് മാത്രമാണ് തെറ്റായി വന്ന പ്രസ്താവന. ഐക്യരാഷ്ട്ര സംഘടന UNO യുണൈറ്റഡ് നേഷൻ ഓർഗനൈസേഷനിൽ നിലവിൽ 194 രാജ്യങ്ങൾ ഇതിൽ മെമ്പേഴ്സാണ്. 194 രാജ്യങ്ങൾ. ഇതിൽ ഏറ്റവും അവസാനമായി നിലവിൽ വന്ന രാജ്യം പലസ്തീനാണ്. പലസ്തീൻ വന്നത് എന്നാണ് 2024 മെയ് മാസത്തിലാണ് പലസ്തീൻ UNO അംഗീകരിച്ചത്. 29ാമത്തെ രാജ്യമാണ് ഇന്ത്യ. UNOയിലെ 29ാമത്തെ രാജ്യം ഇന്ത്യയാണ്. അടുത്ത ചോദ്യം നോക്കാം. ആറാമത്തെ ചോദ്യം. ഓവർലാപ്പോട് കൂടിയ ആകാശീയ ചിത്രങ്ങളിൽ നിന്നും ത്രിമാന ദൃശ്യം ലഭിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏത്? ഓവർലാപ്പോട് കൂടിയ ആകാശീയ ചിത്രങ്ങളിൽ നിന്നും ത്രിമാന ദൃശ്യം ലഭിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏത്? അതായത് 3D ചിത്രം എടുക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ് എന്നാണ് ചോദ്യം. ഏതാണ്? സ്റ്റീരിയോസ്കോപ്പാണ് ഉത്തരം. ഓപ്ഷൻ ബി ആണ് ഉത്തരം. സ്റ്റീരിയോസ്കോപ്പ്. അടുത്ത ചോദ്യം. ഭൂമിയിലെ ഏറ്റവും ഉയർന്ന താപനിലയുള്ള പ്രദേശങ്ങളെ യോജിപ്പിച്ചു വരയ്ക്കുന്ന സാങ്കല്പിക രേഖ. ഭൂമിയിലെ ഏറ്റവും ഉയർന്ന താപനിലയുള്ള പ്രദേശങ്ങളെ യോജിപ്പിച്ചു വരയ്ക്കുന്ന സാങ്കല്പിക രേഖ താപീയ മധ്യരേഖയാണ്. താപീയ മധ്യരേഖ. ഓപ്ഷൻ എ ആണ് ഉത്തരം. താപീയ മധ്യരേഖ. സമതാപരേഖ എന്താണ്? സമതാപരേഖ ഒരേ അന്തരീക്ഷ താപനിലയിലുള്ള പ്രദേശങ്ങളെ യോജിപ്പിച്ചുകൊണ്ട് വരയ്ക്കുന്ന സാങ്കല്പിക രേഖയാണ്. ഒരേ അന്തരീക്ഷ താപനിലയുള്ള പ്രദേശങ്ങളെ യോജിപ്പിച്ചുകൊണ്ട് വരയ്ക്കുന്ന സാങ്കല്പിക രേഖയാണ് സമതാപരേഖ. എട്ടാമത്തെ ചോദ്യം. ഉത്തരാഖണ്ഡ് ടിബറ്റ് പ്രദേശങ്ങൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം. ഉത്തരാഖണ്ഡ് ടിബറ്റ് പ്രദേശങ്ങൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? ലിപുലേക്കാണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. നാഥുല ചുരം ബന്ധിപ്പിക്കുന്ന പ്രദേശങ്ങൾ ഏതൊക്കെയാണ്? നാഥുല ചുരം ബന്ധിപ്പിക്കുന്ന പ്രദേശങ്ങൾ ഏതാണ്? സിക്കിം ടിബറ്റാണ് നാഥുല ചുരം. സോച്ചില ശ്രീനഗർ കാർഗിലാണ്. കാർഗിൽ.
ശ്രീനഗർ, കാർഗിൽ പ്രദേശങ്ങളാണ് സോജില ചുരത്തെ ബന്ധിപ്പിക്കുന്നത്. ഷിപ്കില ചുരമോ? ഷിപ്കില ചുരം ഹിമാചൽ പ്രദേശ് ടിബറ്റാണ്. ഹിമാചൽ പ്രദേശ് ടിബറ്റാണ് ഷിപ്കില ചുരത്തെ ബന്ധിപ്പിക്കുന്നത്. ഉത്തരാഖണ്ഡ് ടിബറ്റ് ലിപുലേക്ക് ഉത്തരാഖണ്ഡ് ടിബറ്റ് ലിപുലേക്ക് ചുരമാണ്. നാഥുല ചുരം സിക്കിം ടിബറ്റാണ് നാഥുല ചുരം. സോച്ചില ചുരം ശ്രീനഗർ, കാർഗിൽ. ശ്രീനഗർ മുതൽ കാർഗിൽ വരെ സോച്ചില ചുരമാണ്. ഷിപ്കില ചുരത്തെ ബന്ധിപ്പിക്കുന്ന പ്രദേശങ്ങളാണ് ഹിമാചൽ പ്രദേശും ടിബറ്റും. 9ാമത്തെ ചോദ്യം. പൂർവ്വതീര കനാലുമായി ബന്ധിപ്പിച്ചിട്ടുള്ള ബ്രഹ്മിണി മഹാനദി ഡെൽറ്റ നദീവ്യവസ്ഥ ഏത് ദേശീയ ജലപാതയിലാണ്? പൂർവ്വതീര കനാലുമായി ബന്ധിപ്പിച്ചിട്ടുള്ള ബ്രഹ്മിണി മഹാനദി ഡെൽറ്റ നദീവ്യവസ്ഥ ഏത് ദേശീയ ജലപാതയിലാണ്? ഏത് ദേശീയ ജലപാതയിലാണ്? ദേശീയ ജലപാത 5 ഉത്തരം. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. പൂർവ്വതീര കനാൽ എന്ന് പറഞ്ഞാൽ ഈസ്റ്റ് കോസ്റ്റ് കനാൽ എന്നും പറയും കേട്ടോ. ഈസ്റ്റ് കോസ്റ്റ് കനാൽ, പൂർവ്വതീര കനാൽ, ഈസ്റ്റ് കോസ്റ്റ് കനാൽ എന്നും ചില ചോദ്യങ്ങളിൽ കാണാം. ഈ ദേശീയ ജലപാത ബന്ധിപ്പിക്കുന്ന സ്ഥലമാണ് ഒഡീഷ ടു പശ്ചിമ ബംഗാൾ. ഒഡീഷ മുതൽ പശ്ചിമ ബംഗാൾ വരെയാണ്. പശ്ചിമ ബംഗാൾ അല്ലെങ്കിൽ താൽച്ചർ മുതൽ പാരദ്വീപ്, അതേപോലെ താൽച്ചർ ടു ധാമ്ര എന്നൊക്കെ കണ്ടാലും ദേശീയ ജലപാത 5 തന്നെയാണ്. ദേശീയ ജലപാത 5 ഓർക്കണം. ഒഡീഷ മുതൽ പശ്ചിമ ബംഗാൾ വരെയാണ് ഇത് ബന്ധിപ്പിക്കുന്ന സ്ഥലം. ചിലപ്പോൾ താൽച്ചർ ടു പാരദ്വീപ് അല്ലെങ്കിൽ താൽച്ചർ മുതൽ ധാമ്ര വരെ എന്ന് ചോദിച്ചാലും ദേശീയ ജലപാത 5 തന്നെയാണ്. ദേശീയ ജലപാത 2 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതാണ്? സാദിയ മുതൽ ദുബ്രി വരെ. സാദിയ ടു ദുബ്രിയാണ് ദേശീയ ജലപാത 2. സാദിയ മുതൽ ദുബ്രി വരെയാണ് ദേശീയ ജലപാത 2. ബന്ധിപ്പിക്കുന്ന നദി ഏതാണ്? അത് ഏത് നദിയിലൂടെയാണ് ബന്ധിപ്പിക്കുന്നത്? ബ്രഹ്മപുത്ര നദിയുമായി ബന്ധപ്പെട്ടതാണ് ദേശീയ ജലപാത 2. സാദിയ മുതൽ ദുബ്രി എവിടെയാണ്? ആസാമിലാണ് കേട്ടോ. സാദിയ ടു ദുബ്രി വരെ. അടുത്തത് ദേശീയ ജലപാത 3. ദേശീയ ജലപാത 3 എവിടെയാണ് ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ? കൊല്ലം മുതൽ കോഴിക്കോട് വരെ വെസ്റ്റ് കോസ്റ്റ് കനാലാണ്. വെസ്റ്റ് കോസ്റ്റ് കനാൽ കൊല്ലം മുതൽ കോഴിക്കോട് വരെ. ചമ്പക്കര കനാൽ, ഉദ്യോഗമണ്ഡലം കനാൽ, അതൊക്കെ ഈ ദേശീയ ജലപാത 3യുമായി ബന്ധപ്പെട്ടതാണ്. ദേശീയ ജലപാത 4 ഏതാണ്? കാക്കിനഡ മുതൽ പുതുച്ചേരി വരെയാണ് ദേശീയ ജലപാത 4. ഗോദാവരി കൃഷ്ണ, ആ നദി ഏതാണ്? ഗോദാവരി കൃഷ്ണയാണ് ദേശീയ ജലപാത 4. അടുത്ത ചോദ്യം. 2023 രാജസ്ഥാനിൽ പുതുതായി സ്ഥാപിച്ച വന്യജീവി സംരക്ഷണ കേന്ദ്രം ഏത്? 2023 രാജസ്ഥാനിൽ പുതുതായി സ്ഥാപിച്ച വന്യജീവി സംരക്ഷണ കേന്ദ്രം ഏതാണ്? സോർസൻ ആണ് 2023 രാജസ്ഥാനിൽ സ്ഥാപിച്ച വന്യജീവി സംരക്ഷണ കേന്ദ്രം. സോർസൻ. ഓപ്ഷൻ സി ആണ് ഉത്തരം. 11ാമത്തെ ചോദ്യം. താഴെ തന്നിരിക്കുന്ന നബാർഡുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ശരിയായത് ഏത്? താഴെ തന്നിരിക്കുന്നവയിൽ നബാർഡുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് ഏത്? ആദ്യത്തെ പ്രസ്താവന, കാർഷിക വായ്പയുടെ പരമോന്നത ബാങ്ക്. അത് ശരിയാണ്. കൃഷി, ഗ്രാമവികസനം എന്നിവ ലക്ഷ്യമാക്കി സ്ഥാപിതമായ ബാങ്കാണ് നബാർഡ്. കൃഷി, ഗ്രാമവികസനം എന്നിവ ലക്ഷ്യമാക്കി സ്ഥാപിതമായ ബാങ്കാണ് നബാർഡ്. അതുകൊണ്ട് തന്നെ കാർഷിക വായ്പയുടെ പരമോന്നത ബാങ്ക് കൂടിയാണ്. ആസ്ഥാനം മുംബൈ ആണ്. അത് ശരിയാണ്. നബാർഡിൻ്റെ ആസ്ഥാനം മുംബൈ ആണ്. നബാർഡിൻ്റെ രൂപീകരണത്തിന് ശുപാർശ ചെയ്ത കമ്മിറ്റിയാണ് ശിവരാമൻ കമ്മിറ്റി. നബാർഡിൻ്റെ രൂപീകരണത്തിന് ശുപാർശ ചെയ്ത കമ്മിറ്റിയാണ് ശിവരാമൻ കമ്മിറ്റി. അതുകൊണ്ട് ഈ ഒരു പ്രസ്താവന ശരിയാണ്. 1982 സ്ഥാപിച്ചു. ഇതും ശരിയാണ്. നബാർഡ് എന്നാണ് സ്ഥാപിച്ചത്? 1982 ജൂലൈ 12-നാണ്. 1982 ജൂലൈ 12-നാണ് നബാർഡ് സ്ഥാപിച്ചത്. അപ്പോൾ ഈ 4 സ്റ്റേറ്റ്മെൻറ്റും എന്താണ്? ശരിയാണ്. ഈ 4 പ്രസ്താവനകളും ശരിയാണ്. അതുകൊണ്ട് ഓപ്ഷൻ ഏതാണ് ഉത്തരം? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. എല്ലാം ശരിയാണ്.
നബാർഡിൻ്റെ പൂർണ്ണ രൂപം എന്താണ്? നബാർഡ് എന്താണ്? നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ്. നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് എന്നാണ് നബാർഡിൻ്റെ പൂർണ്ണ രൂപം. ഗ്രാമീണ വികസനത്തിനായി പ്രവർത്തിക്കുന്ന ബാങ്കുകളെ ഏകോപിപ്പിക്കുന്ന ബാങ്കാണ് നബാർഡ്. ഗ്രാമീണ വികസനത്തിനായി പ്രവർത്തിക്കുന്ന ബാങ്കുകളെ ആ ബാങ്കുകളെ ഏകോപിപ്പിക്കുന്ന ബാങ്കാണ് നബാർഡ്. കാർഷിക സംഘങ്ങൾക്ക് വായ്പ അനുവദിക്കുന്നതിന് നബാർഡ് മുഖേനയുള്ള കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതി ഏതാണ്? അറിയോ? കാർഷിക സംഘങ്ങൾക്ക് വായ്പ അനുവദിക്കുന്നതിന് വേണ്ടി നബാർഡ് മുഖേന കേന്ദ്ര സർക്കാർ ഒരു പദ്ധതി ആരംഭിച്ചിട്ടുണ്ട്. ആ പദ്ധതിയാണ് ഭൂമിഹീൻ കിസാൻ യോജന. ഭൂമിഹീൻ കിസാൻ യോജന എന്ന പദ്ധതിയാണ്. അത് ഓർത്തു വെക്കണം. ചെറുകിട വായ്പകളുടെ നിയന്ത്രകൻ എന്നറിയപ്പെടുന്നതും നബാർഡ് തന്നെയാണ്. ചെറുകിട വായ്പകളുടെ നിയന്ത്രകൻ എന്നറിയപ്പെടുന്നത് ഏതാണ്? നബാർഡ് ബാങ്കാണ്, നബാർഡാണ്. അടുത്ത ചോദ്യം നോക്കാം. 12ാമത്തെ ചോദ്യം. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസ് റിസർച്ച് എവിടെ സ്ഥിതി ചെയ്യുന്നു? ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസ് റിസർച്ച് എവിടെ സ്ഥിതി ചെയ്യുന്നു? എവിടെയാണ്? കോഴിക്കോടാണ്. ഉത്തരം കോഴിക്കോടാണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസ് റിസർച്ച് കോഴിക്കോടാണ്. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡാണ്. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡാണ്. കാസർഗോഡ് തോട്ടവിള ഗവേഷണ കേന്ദ്രം. റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് കോട്ടയത്താണ്. റബ്ബർ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് കോട്ടയത്ത്. റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് കോട്ടയത്താണ്. അടുത്ത ചോദ്യം. 13ാമത്തെ ചോദ്യം. സ്വതന്ത്ര ഇന്ത്യയുടെ പ്ലാൻ ഹോളിഡേയുടെ കാലഘട്ടം ഏതാണ്? സ്വതന്ത്ര ഇന്ത്യയുടെ പ്ലാൻ ഹോളിഡേ കാലഘട്ടം 1966 മുതൽ 69 വരെയാണ്. 1966 മുതൽ 69 വരെയുള്ള കാലഘട്ടത്തെയാണ് പ്ലാൻ ഹോളിഡേ കാലഘട്ടം എന്ന് പറയുന്നത്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. പ്ലാൻ ഹോളിഡേ നടപ്പിലാക്കാൻ കാരണം എന്തായിരുന്നു? 3-ാം പഞ്ചവത്സര പദ്ധതിയുടെ പരാജയത്തെ തുടർന്നാണ് ഈ പ്ലാൻ ഹോളിഡേ നടപ്പിലാക്കിയത്. ഈ പ്ലാൻ ഹോളിഡേ പദ്ധതി നടപ്പിലാക്കിയത് 3-ാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണ്. 3-ാം പഞ്ചവത്സര പദ്ധതി സമയത്ത് ഇന്ത്യക്ക് നല്ല രീതിയിൽ സാമ്പത്തിക പ്രശ്നങ്ങളുണ്ടായി. ഈ സാമ്പത്തിക പ്രതിസന്ധികൾ മറികടക്കാൻ വേണ്ടി, അത് പരിഹരിക്കപ്പെടാൻ വേണ്ടിയിട്ടായിരുന്നു ഈ പ്ലാൻ ഹോളിഡേ പദ്ധതി കൊണ്ടുവന്നത്. പ്ലാൻ ഹോളിഡേ 3 വർഷത്തെ വാർഷിക പദ്ധതിയായിരുന്നു. 3 വർഷത്തെ വാർഷിക പദ്ധതിയായിരുന്നു പ്ലാൻ ഹോളിഡേ പദ്ധതി. പ്ലാൻ ഹോളിഡേ നടപ്പിലാക്കിയത് ആരാണ്? ഇന്ദിരാഗാന്ധിയാണ്. പ്ലാൻ ഹോളിഡേ നടപ്പിലാക്കിയത് ഇന്ദിരാഗാന്ധിയായിരുന്നു. ഇന്ദിരാഗാന്ധിയുടെ കാലത്താണ് പ്ലാൻ ഹോളിഡേ നടപ്പിലാക്കിയത്. പ്ലാൻ ഹോളിഡേ കാലഘട്ടം 1966 മുതൽ 69 വരെയാണ്. എന്നാൽ റോളിംഗ് പ്ലാനിൻ്റെ കാലഘട്ടം എന്നാണ്? 1978 മുതൽ 1980 വരെയാണ്. 1978 മുതൽ 1980 വരെ ആയിരുന്നു. 5-ാം പഞ്ചവത്സര പദ്ധതി നിർത്തലാക്കിക്കൊണ്ടാണ് ഈ പദ്ധതി ആരംഭിച്ചത്. ഇന്ത്യയിൽ റോളിംഗ് പ്ലാൻ നടപ്പിലാക്കിയ സമയത്തെ പ്രധാനമന്ത്രി മൊറാർജി ദേശായിയാണ്. റോളിംഗ് പ്ലാൻ നടപ്പിലാക്കിയ പ്രധാനമന്ത്രി മൊറാർജി ദേശായിയാണ്. മൊറാർജി ദേശായിയുടെ സമയത്താണ് റോളിംഗ് പ്ലാൻ നടപ്പിലാക്കിയത്. ആനുവൽ പ്ലാൻ നടപ്പിലാക്കിയതെന്നാണ്? ആനുവൽ പ്ലാൻ വാർഷിക പദ്ധതി 1990 മുതൽ 1992 വരെ ആയിരുന്നു ആനുവൽ പദ്ധതിയുടെ കാലഘട്ടം. ഈ സമയത്തെ പ്രധാനമന്ത്രി നരസിംഹ റാവു ആണ്. ധനകാര്യമന്ത്രി മൻമോഹൻ സിംഗും ആയിരുന്നു. 3 പ്ലാനുകളാണ് ഈ പഞ്ചവത്സര പദ്ധതി സമയത്ത് ഉണ്ടായിരുന്നത്. ആദ്യത്തെ പ്ലാൻ ആയിരുന്നു ഏത്? പ്ലാൻ ഹോളിഡേ. പ്ലാൻ ഹോളിഡേ 3-ാം പഞ്ചവത്സര പദ്ധതി സമയത്താണ്. 5-ാം പഞ്ചവത്സര പദ്ധതി സമയത്താണ് റോളിംഗ് പ്ലാൻ നടപ്പിലാക്കിയത്. ആനുവൽ പ്ലാൻ 1990 മുതൽ 92 വരെ. 14ാമത്തെ ചോദ്യം. 1991 പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയ പ്രധാനമന്ത്രി ആരായിരുന്നു? 1991 പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയ പ്രധാനമന്ത്രി നരസിംഹ റാവു. ഉത്തരം നരസിംഹ റാവു. ഓപ്ഷൻ സി ആണ് ഉത്തരം.
1991 പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയ പ്രധാനമന്ത്രി നരസിംഹറാവു ആണ്. എന്നാൽ ധനകാര്യമന്ത്രി മൻമോഹൻ സിംഗ് ആയിരുന്നു. ന്യൂ എക്കണോമിക് പോളിസി 1991 ന്യൂ എക്കണോമിക് പോളിസി 1991 കൊണ്ടുവന്ന കാര്യങ്ങളായിരുന്നു ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം, LPG, ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ 1991. ഇത് ആനുവൽ പ്ലാൻ സമയത്താണ് ഇത് കൊണ്ടുവരുന്നത്. നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞിട്ടുണ്ട് ആനുവൽ പ്ലാൻ എന്നായിരുന്നു. 1990 മുതൽ 1992 വരെയുള്ള സമയമാണ് ആനുവൽ പ്ലാന്. അപ്പോൾ ഈ സമയത്താണ് ന്യൂ എക്കണോമിക് പോളിസി ഇന്ത്യയിൽ നടപ്പിലാക്കുന്നത്. ഇന്ത്യയിൽ പുത്തൻ സാമ്പത്തിക നയം നിലവിൽ വന്നത് 1991 ജൂലൈ 24-നാണ് ന്യൂ എക്കണോമിക് പോളിസി പുത്തൻ സാമ്പത്തിക നയം നിലവിൽ വന്നത്. അടുത്ത ചോദ്യം നോക്കാം. 15ാമത്തെ ചോദ്യം. ഭാരതീയ റിസർവ് ബാങ്കിൻ്റെ ആസ്ഥാനം ഏതാണ്? മുംബൈ ആണ്. ഉത്തരം ഏതാണ്? മുംബൈ ആണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഭാരതീയ റിസർവ് ബാങ്ക് എന്ന് പറയുന്നത് എന്താണ്? RBI ആണ് അല്ലേ? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. അതിൻ്റെ ആസ്ഥാനം മുംബൈ ആണ്. RBIയുടെ നിലവിലെ ഗവർണർ ആരാണ്? ശക്തികാന്ത ദാസ് ആണ്. ശക്തികാന്ത ദാസ് 25ാമത്തെ ഗവർണറാണ്. RBIയുടെ 25ാമത്തെ ഗവർണറാണ് ശക്തികാന്ത ദാസ്. അടുത്ത ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യയിലെ ഉദ്യോഗസ്ഥ വൃന്ദത്തിൻ്റെ സവിശേഷതകൾ അല്ലാത്തത് ഏത്? താഴെ നിന്നും മുകളിലേക്കുള്ള അധികാര വിതരണ ശ്രേണി അല്ല, അത് തെറ്റാണ്. താഴെ നിന്നും മുകളിലേക്കുള്ള അധികാര വിതരണ ശ്രേണി അല്ല, മുകളിൽ നിന്നും താഴേക്കാണ് അധികാര ശ്രേണി വരുന്നത്. അപ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. യോഗ്യതയുടെ അടിസ്ഥാനത്തിലുള്ള നിയമനം അത് ശരിയാണ്. യോഗ്യത അനുസരിച്ചാണ് നിയമിക്കുന്നത്. രാഷ്ട്രീയപരമായ വിധേയത്വം അത് തെറ്റാണ്. ആ ഒരു പ്രസ്താവന തെറ്റാണ്. അടുത്തത് തൊഴിൽ വൈദഗ്ധ്യം അത് ശരിയാണ്. ഇവിടെ തെറ്റായ പ്രസ്താവനകളാണ് ചോദിച്ചത്. ഏതൊക്കെ തെറ്റായ പ്രസ്താവന? 1 ഉം 3 ആണ് വരുന്നത്. 1 ഉം 3 ആണ് തെറ്റായിട്ട് വരുന്നത്. അപ്പോൾ ഓപ്ഷൻ ഏതാണ് ശരി? ഡി ആണ് ഉത്തരം. ഓപ്ഷൻ ഡി ആണ്. 1, 3 മാത്രം. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. അടുത്ത ചോദ്യം. കേരളത്തിലെ ഇപ്പോഴത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? ഹരിനായർ IAS ആണ്. P ഹരിനായർ IAS ആണ് ഇപ്പോഴത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ. ഉത്തരം എ ആണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം. ഹരിനായർ IAS. 18ാമത്തെ ചോദ്യം. ഇന്ത്യയിൽ പാർലമെൻറ്റിൽ ഒരു ബില്ല് നിയമമാക്കുന്നതിന് മുമ്പ് ബില്ലിൽ ഏറ്റവും കൂടുതൽ തിരുത്തലുകൾ, കൂട്ടിച്ചേർക്കലുകൾ, ചർച്ചകൾ എന്നിവ നടക്കുന്ന ഘട്ടം ഏതാണ്? ഇന്ത്യയിലെ പാർലമെൻറ്റിൽ ഒരു ബില്ല് നിയമമാകുന്നതിന് മുമ്പ് ബില്ലിൽ ഏറ്റവും കൂടുതൽ തിരുത്തലുകളും കൂട്ടിച്ചേർക്കലും ചർച്ചകളും ഒക്കെ നടക്കുന്ന ഘട്ടം ഏതാണ്? 2ാം വായനാഘട്ടത്തിലാണ്. രണ്ടാം വായനാഘട്ടത്തിലാണ് തിരുത്തലുകളും കൂട്ടിച്ചേർക്കലുകളും അതുപോലെ ചർച്ചകളും ഒക്കെ നടക്കുന്നത്. അപ്പോൾ ഉത്തരം ഏതാണ്? 2ാം വായന. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഓപ്ഷൻ ബി ആണ് ഉത്തരം. പാർലമെൻറ്റിൽ ഒരു ബില്ല് നിയമമാകുന്നതിന് ശരിക്കും 5 ഘട്ടങ്ങളുണ്ട്. 5 ഘട്ടങ്ങളാണ് ഉള്ളത്. അതിൽ ആദ്യത്തെ ഘട്ടം 1ാം വായന, 2ാമത്തെ ഘട്ടം 2ാം വായന, 3ാമത്തെ ഘട്ടം കമ്മിറ്റി ഘട്ടമാണ്. 3ാമത്തെ ഘട്ടം കമ്മിറ്റി ഘട്ടം, 4ാമത്തെ ഘട്ടം റിപ്പോർട്ട് ഘട്ടം, 5ാമത്തെ ഘട്ടമാണ് 3ാം വായന. ഈ 5 ഘട്ടങ്ങൾ കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഉള്ളൂ ഒരു ബില്ല് നിയമമാകുകയുള്ളൂ. അതിൽ 1ാം ഘട്ടമാണ് 1ാം വായന എന്നറിയപ്പെടുന്നത്. ഒരു ബില്ലിൻ്റെ കരട് രൂപം ബന്ധപ്പെട്ട മന്ത്രാലയം തയ്യാറാക്കിയതിനു ശേഷം അത് ലോകസഭയിലോ രാജ്യസഭയിലോ അവതരിപ്പിക്കുന്നു. അതാണ് 1ാം ഘട്ടം. ഒരു ബില്ലിൻ്റെ കരട് രൂപം ആ ബില്ലുമായി ബന്ധപ്പെട്ട മന്ത്രാലയം ലോകസഭയിലോ രാജ്യസഭയിലോ അവതരിപ്പിക്കുന്നതാണ് 1ാം ഘട്ടം അല്ലെങ്കിൽ 1ാം വായന. സഭയുടെ അനുമതി നേടിയതിനു ശേഷം ഏതെങ്കിലും ഒരു സഭാംഗം ബില്ല് അവതരിപ്പിക്കുന്നു.
സാധാരണഗതിയിൽ ബില്ല് അവതരിപ്പിക്കുന്ന ആൾ മന്ത്രിയാണ്. ഈ ബില്ല് ഒന്നാം വായനയുടെ സമയത്ത് ഈ ബില്ല് ചർച്ച ചെയ്യില്ല. സഭയിൽ അവതരിപ്പിച്ച ഈ ബില്ല് പിന്നെ എന്ത് ചെയ്യുന്നു? ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിക്കും. ഈ ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചതിന് ശേഷം പിന്നെ ഇത് രണ്ടാം ഘട്ടത്തിലേക്കാണ് കടക്കുക. ഈ രണ്ടാം ഘട്ടത്തിലാണ് ഈ ബില്ലിൽ തിരുത്തലുകളും കൂട്ടിച്ചേർക്കലും ചർച്ചകളും ഒക്കെ നടക്കുന്നത്. രണ്ടാം ഘട്ടമായ രണ്ടാം വായനയിലാണ് നടക്കുന്നത്. ആ രണ്ടാം വായന കഴിഞ്ഞതിന് ശേഷം ഇത് മൂന്നാം ഘട്ടമായ കമ്മിറ്റി ഘട്ടത്തിലേക്ക് വിടുന്നു. അങ്ങനെ ഈ കമ്മിറ്റി ഘട്ടത്തിൽ ബില്ലിൻ്റെ ഓരോ ഉപവകുപ്പും വിശദമായ ചർച്ചയ്ക്ക് വിധേയമാക്കപ്പെടുന്നു. ഈ അവസരത്തിൽ ബില്ലിൽ ആവശ്യമായ ഭേദഗതികൾ വരുത്താനുള്ള അധികാരം കമ്മിറ്റിക്കുണ്ട്. ഈ കമ്മിറ്റി ഘട്ടത്തിന് കഴിഞ്ഞതിന് ശേഷം റിപ്പോർട്ട് ഘട്ടത്തിലേക്കാണ് കൊടുക്കുന്നത്. റിപ്പോർട്ട് ഘട്ടം എന്ന് പറയുന്നത് വിശദമായ വിലയിരുത്തലുകളും ഭേദഗതികൾക്കും ശേഷം സെലക്ട് കമ്മിറ്റി അതിൻ്റെ റിപ്പോർട്ട് തയ്യാറാക്കി പ്രസിദ്ധീകരിക്കുന്നു. ഇത്രയും ഭേദഗതികളും അതിൻ്റെ തിരുത്തലുകളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ റിപ്പോർട്ട് കമ്മിറ്റി എന്താ ചെയ്യുന്നത്? അതിൻ്റെ റിപ്പോർട്ട് തയ്യാറാക്കി പ്രസിദ്ധീകരിക്കുന്നു. അങ്ങനെ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചതിന് ശേഷം അഞ്ചാം ഘട്ടമായ, അതായത് അവസാന ഘട്ടമായ മൂന്നാം വായനയിലേക്ക് വിടുന്നു. നാലാം ഘട്ടത്തിലും ഇതിൽ സാരമായ തിരുത്തലുകളൊക്കെ പറ്റും. പക്ഷേ അഞ്ചാം ഘട്ടമായ മൂന്നാം വായനയിൽ അന്തിമമായ അംഗീകാരത്തിനായി ബില്ല് സഭയിൽ അവതരിപ്പിക്കുന്നതാണ് ഈ അഞ്ചാം ഘട്ടം. മൂന്നാം വായനയുടെ ഘട്ടത്തിൽ കാര്യമായ മാറ്റങ്ങളൊന്നും ബില്ലിൽ വരുത്താറില്ല. ഈ മൂന്നാം വായന എന്ന് പറയുന്നത് അഞ്ചാമത്തെ ഘട്ടമാണ്. ഈ അഞ്ചാമത്തെ ഘട്ടത്തിൽ കാര്യമായ മാറ്റങ്ങളൊന്നും ഈ ബില്ലിൽ വരുത്താറില്ല. കാരണം അത്രയ്ക്കും അത് ഫിൽട്ടർ ചെയ്ത് വന്നു കഴിഞ്ഞിട്ടുണ്ടാവും. ഈ അഞ്ചാം ഘട്ടത്തിന് ശേഷമാണ് ഈ ഒരു ബില്ല് നിയമമാകുന്നത്. 19ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് ശരിയായ വസ്തുക്കൾ ഏവ? ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ്, യൂണിയൻ ലിസ്റ്റിൽ പെടുന്ന വിഷയങ്ങളിൽ കേന്ദ്ര ഗവൺമെൻറ്റിന് മാത്രമേ അധികാരമുള്ളൂ. യൂണിയൻ ലിസ്റ്റിൽ പെടുന്ന വിഷയങ്ങളിൽ കേന്ദ്ര ഗവൺമെൻറ്റിന് മാത്രമേ അധികാരമുള്ളൂ. അത് ശരിയാണ്. ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. കറണ്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഒരു വിഷയത്തിൽ സംസ്ഥാന ഗവൺമെൻറ്റും കേന്ദ്ര ഗവൺമെൻറ്റും നിയമനിർമ്മാണം നടത്തുമ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിയമമാണ് നിലനിൽക്കുക. കറണ്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഒരു വിഷയത്തിൽ സംസ്ഥാന ഗവൺമെൻറ്റും കേന്ദ്ര ഗവൺമെൻറ്റും നിയമനിർമ്മാണം നടത്തുമ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിയമമാണ് നിലനിൽക്കുക. ആ ഒരു പ്രസ്താവനയും ശരിയാണ്. മൂന്നാമത്തെ പ്രസ്താവന നോക്കാം. യൂണിയൻ ലിസ്റ്റ്, കൺകറൻറ്റ് ലിസ്റ്റ്, സംസ്ഥാന ലിസ്റ്റ് എന്നിവയിൽ ഉൾപ്പെടാത്ത ഒരു പുതിയ വിഷയം ഉണ്ടായാൽ അതിൽ നിയമനിർമ്മാണം നടത്താൻ സംസ്ഥാന ഗവൺമെൻറ്റുകൾക്ക് അധികാരം ഉണ്ടാകും. യൂണിയൻ ലിസ്റ്റ്, കൺകറൻറ്റ് ലിസ്റ്റ്, സംസ്ഥാന ലിസ്റ്റ് എന്നിവയിൽ ഉൾപ്പെടാത്ത ഒരു പുതിയ വിഷയം ഉണ്ടായാൽ അതിൽ നിയമനിർമ്മാണം നടത്താൻ സംസ്ഥാന ഗവൺമെൻറ്റുകൾക്കാണ് അധികാരം. ആണോ? അത് തെറ്റായ സ്റ്റേറ്റ്മെൻറ്റാണ്. ആർക്കാണ് അധികാരം? കേന്ദ്ര ഗവൺമെൻറ്റിനാണ് അധികാരം. അപ്പോൾ മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ആർക്കാണ്? കേന്ദ്ര ഗവൺമെൻറ്റിനാണ് അധികാരമുള്ളത്. കേന്ദ്ര ഗവൺമെൻറ്റിന്. യൂണിയൻ ലിസ്റ്റിലും കൺകറൻറ്റ് ലിസ്റ്റിലും സംസ്ഥാന ലിസ്റ്റിലും ഉൾപ്പെടാത്ത കാര്യങ്ങൾ എവിടെയാണ് വരുന്നത്? റെസിഡ്വറി പവേഴ്സിലാണ്, അവശിഷ്ട അധികാരത്തിലാണ് ഈ മൂന്ന് ലിസ്റ്റുകളിലും ഉൾപ്പെടാത്ത കാര്യങ്ങൾ വരുന്നത്. അതിനൊരു എക്സാമ്പിൾ എന്താണ്? സൈബർ നിയമം അവശിഷ്ടാധികാരത്തിൽ പെടുന്ന കാര്യമാണ്. അടുത്തത്, പോലീസ് യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്നു. പോലീസ് യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്നു. ശരിയാണോ? ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. പോലീസ് സ്റ്റേറ്റ് ലിസ്റ്റിലാണ് ഉൾപ്പെടുന്നത്. പോലീസ് ഏത് ലിസ്റ്റിലാണ്? സ്റ്റേറ്റ് ലിസ്റ്റിലാണ് ഉൾപ്പെടുന്നത്. ഇവിടെ യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്നു എന്ന പ്രസ്താവന തെറ്റാണ്. സ്റ്റേറ്റ് പോലീസ് തന്നെയാണ് നമ്മൾ പറയുന്നത്. സോ കണക്ട് ചെയ്ത് പഠിക്കുക. പോലീസ് സ്റ്റേറ്റ് ലിസ്റ്റിലാണ് ഉൾപ്പെടുന്നത്. ഇവിടെ ശരിയായ വസ്തുക്കൾ ഏതൊക്കെ എന്നാണ് ചോദ്യം. ഏതാണ് ഉത്തരം വരുന്നത്? 1ഉം 2ഉം ആണ് ശരിയായിട്ടുള്ളത്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 2ഉം 1ഉം മാത്രം. അടുത്ത ചോദ്യം, പോക്സോ ആക്ട് അനുസരിച്ച് കുട്ടി എന്ന പദത്തിൻ്റെ വ്യാപ്തിയിൽ വരുന്നത്. പോക്സോ ആക്ട് അനുസരിച്ച് കുട്ടി എന്ന പദത്തിൻ്റെ വ്യാപ്തിയിൽ വരുന്നത് 18 വയസ്സിന് താഴെയുള്ള ആൺകുട്ടികളും പെൺകുട്ടിയുമാണ്. 18 വയസ്സിന് താഴെയുള്ള ആൺകുട്ടിയും പെൺകുട്ടിയും. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 18 വയസ്സിന് താഴെയുള്ള ആൺകുട്ടിയും പെൺകുട്ടിയുമാണ് പോക്സോ ആക്ട് പ്രകാരം കുട്ടി എന്ന പദത്തിൻ്റെ വ്യാപ്തിയിൽ വരുന്നത്. പോക്സോ നിയമം എന്നാണ് നിലവിൽ വന്നത്? 2012. 2012 ഇന്ത്യയിൽ കുട്ടികൾക്കു നേരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾ തടയുന്നതിന് വേണ്ടി കൊണ്ടുവന്ന നിയമമാണ് പോക്സോ നിയമം. പോക്സോ ആക്ട് നിലവിൽ വരുന്നത് 2012 നവംബർ
നവംബർ 14 പോക്സോ ആക്ട് നിലവിൽ വരുന്നത്. എന്താണ് പോക്സോയുടെ പൂർണ്ണരൂപം? പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസ് ആക്ട്. പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസ് ആക്ട് ആണ് പോക്സോയുടെ പൂർണ്ണരൂപം. കുട്ടികളുടെ സംരക്ഷണം ഉൾക്കൊള്ളുന്ന ഈ നിയമം ഏത് മന്ത്രാലയത്തിൻ്റെ കീഴിലാണ്? വനിതാ ശിശുക്ഷേമ മന്ത്രാലയത്തിൻ്റെ കീഴിലാണ് പോക്സോ വരുന്നത്. അടുത്ത ചോദ്യം 21ാമത്തെ ചോദ്യം. കേരള സാമൂഹ്യനീതി വകുപ്പ് സർക്കാർ സേവനങ്ങൾ വീട്ടുപടിക്കൽ എന്ന ലക്ഷ്യത്തിനായി ആവിഷ്കരിച്ച വെബ് പോർട്ടൽ. കേരള സാമൂഹ്യനീതി വകുപ്പ് സർക്കാർ സേവനങ്ങൾ വീട്ടുപടിക്കൽ എന്ന ലക്ഷ്യത്തിനായി ആവിഷ്കരിച്ച വെബ് പോർട്ടൽ ഏതാണ്? സുനീതിയാണ് സർക്കാർ ആവിഷ്കരിച്ച പദ്ധതി. സുനീതി. ഓപ്ഷൻ സി ആണ് ഉത്തരം. എന്താണ് ജീവനം പദ്ധതി? നമ്മുടെ നാട്ടിലെ വിവിധ കുറ്റകൃത്യങ്ങൾക്ക് ഇരയായ കുടുംബങ്ങളുടെ പുനരധിവാസത്തിനും അവരുടെ മുന്നോട്ടുള്ള ജീവിതത്തിന് സാമ്പത്തികമായ സഹായവും അതുപോലെ ആരോഗ്യ സാമൂഹ്യ സേവനങ്ങളും ഉറപ്പാക്കുന്ന പദ്ധതിയാണ് ജീവനം പദ്ധതി. സമന്വയ പദ്ധതി എന്താണെന്ന് നോക്കാം. പാതി വഴിയിൽ വിദ്യാഭ്യാസം ഉപേക്ഷിക്കേണ്ടി വന്ന മുഴുവൻ ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും തുടർ വിദ്യാഭ്യാസം സാധ്യമാകുന്നതിന് വേണ്ടി സംസ്ഥാന സാക്ഷരതാ മിഷൻ മുഖേന നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സമന്വയ പദ്ധതി. മന്ദഹാസം പദ്ധതിയോ? മന്ദഹാസം പദ്ധതി എന്താണ്? 60 വയസ്സിന് മുകളിലുള്ള BPL വിഭാഗത്തിൽപ്പെട്ട മുതിർന്ന പൗരന്മാർക്ക് സൗജന്യമായി പല്ല് വെച്ച് കൊടുക്കുന്ന പദ്ധതിയാണ് മന്ദഹാസം പദ്ധതി. അടുത്ത ചോദ്യം നോക്കാം. കുടുംബശ്രീകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന വനിതകൾക്ക് രംഗകലകളിൽ പരിശീലനം നൽകുന്ന പദ്ധതിയുടെ പേരെന്താണ്? കുടുംബശ്രീയിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന വനിതകൾക്ക് രംഗകലകളിൽ പരിശീലനം നൽകുന്ന പദ്ധതിയുടെ പേര് എന്താണ്? രംഗശ്രീയാണ് ആ പദ്ധതിയുടെ പേര്. ഉത്തരം ബി ആണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. രംഗശ്രീ. 23ാമത്തെ ചോദ്യം. അഡ്വക്കേറ്റ് ജനറലുമായി ബന്ധപ്പെട്ട തെറ്റായ വസ്തുക്കൾ ഏതെല്ലാമാണ്? അഡ്വക്കേറ്റ് ജനറലുമായി ബന്ധപ്പെട്ട തെറ്റായ വസ്തുക്കൾ ഏതെല്ലാമാണ്? ആദ്യത്തെ പ്രസ്താവന നോക്കാം. സംസ്ഥാന ഗവൺമെൻറ്റിന് നിയമോപദേശം നൽകുക എന്നതാണ് അഡ്വക്കേറ്റ് ജനറലിൻ്റെ അടിസ്ഥാന ചുമതല. സംസ്ഥാന ഗവൺമെൻറ്റിന് നിയമോപദേശം നൽകുക എന്നതാണ് അഡ്വക്കേറ്റ് ജനറലിൻ്റെ അടിസ്ഥാന ചുമതല. അത് ശരിയായ സ്റ്റേറ്റ്മെൻറ്റാണ്. ശരിയാണ്. അഡ്വക്കേറ്റ് ജനറൽ എന്ന് പറയുന്നത് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ നിയമോപദേശകനാണ്. അടുത്ത സ്റ്റേറ്റ്മെൻറ്റ്. അഡ്വക്കേറ്റ് ജനറലിന് നിയമസഭാ യോഗങ്ങളിൽ പങ്കെടുക്കാനും സംസാരിക്കാനും പറ്റും. അഡ്വക്കേറ്റ് ജനറലിന് നിയമസഭാ യോഗങ്ങളിൽ പങ്കെടുക്കുവാനും സംസാരിക്കാവുന്നതുമാണ്. അതും ശരിയാണ്. അഡ്വക്കേറ്റ് ജനറലിന് നിയമസഭാ യോഗങ്ങളിൽ പങ്കെടുക്കാനും അവരുടെ അഭിപ്രായം പറയാനുമൊക്കെ അവകാശമുണ്ട്. 3ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്. ഇപ്പോഴത്തെ അഡ്വക്കേറ്റ് ജനറൽ ശ്രീ കെ ഗോപാലകൃഷ്ണക്കുറുപ്പാണ്. ഇപ്പോഴത്തെ അഡ്വക്കേറ്റ് ജനറൽ ശ്രീ കെ ഗോപാലകുറുപ്പാണ്. അതും ശരിയാണ്. ശ്രീ ഗോപാലകൃഷ്ണക്കുറുപ്പാണ് ഇപ്പോൾ കറൻ്റ് അഡ്വക്കേറ്റ് ജനറൽ. അഡ്വക്കേറ്റ് ജനറലിന് നിയമസഭയിലെ വോട്ടെടുപ്പിൽ വോട്ട് ചെയ്യാൻ കഴിയില്ല. അഡ്വക്കേറ്റ് ജനറലിന് നിയമസഭയിലെ വോട്ടെടുപ്പിൽ വോട്ട് ചെയ്യാൻ കഴിയില്ല. അതും ശരിയാണ്. അഡ്വക്കേറ്റ് ജനറലിന് നിയമസഭയിൽ വോട്ടവകാശമില്ല. ഇവിടെ ചോദ്യം എന്താണ്? തെറ്റായ വസ്തുക്കൾ ഏതെല്ലാം എന്നാണ്. തെറ്റായ വസ്തുക്കൾ ഈ തന്ന പ്രസ്താവനകളില്ല. ഈ 4 പ്രസ്താവനകളും ശരിയായ വസ്തുതകളാണ്. സോ നമ്മുടെ ആൻസർ ഡി ആണ്. ഓപ്ഷൻ ഡി ആണ്. ഇവയൊന്നുമല്ല എന്നതാണ് ഉത്തരം. ഇവയൊന്നുമല്ല. അഡ്വക്കേറ്റ് ജനറലിൻ്റെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് പോയിന്റുകളോടും പറയാം. അഡ്വക്കേറ്റ് ജനറൽ പദവിയിലിരുന്നു കൊണ്ട് സംസ്ഥാന സർക്കാരിന് എതിരായി നിയമോപദേശം നൽകാൻ പാടില്ല. സംസ്ഥാന നിയമസഭയിലെ അംഗത്തിന് ലഭ്യമായ എല്ലാ ആനുകൂല്യങ്ങളും ഇളവുകളും അഡ്വക്കേറ്റ് ജനറലിനും ലഭിക്കും. അതുപോലെ അഡ്വക്കേറ്റ് ജനറലിൻ്റെ കാലാവധി ഭരണഘടനയിൽ പറഞ്ഞിട്ടില്ല. അഡ്വക്കേറ്റ് ജനറലിനെ നിയമിക്കുന്നത് ഗവർണറാണ്. പുറത്താക്കുന്നതും ആരാണ്? ഗവർണർ തന്നെയാണ്. ഏത് സമയത്തും ഗവർണർക്ക് അഡ്വക്കേറ്റ് ജനറലിനെ പുറത്താക്കാം. അഡ്വക്കേറ്റ് ജനറലിൻ്റെ യോഗ്യത ഒരു ഹൈക്കോടതി ജഡ്ജി ആകുന്നതിനുള്ള യോഗ്യതയാണ്. ഒരു ഹൈക്കോടതി ജഡ്ജി ആവാനുള്ള യോഗ്യതയാണ് അഡ്വക്കേറ്റ് ജനറലിനും വേണ്ടത്. 24ാമത്തെ ചോദ്യം.
താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏത് മൗലിക അവകാശത്തിന് വേണ്ടിയാണ് നിയമവാഴ്ച എന്ന ആശയം ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നും ഭരണഘടനാ നിർമ്മാണ സമിതി സ്വീകരിച്ചിരിക്കുന്നത്? ഏത് മൗലിക അവകാശത്തിന് വേണ്ടിയാണ് നിയമവാഴ്ച എന്ന ആശയം ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നും ഭരണഘടനാ നിർമ്മാണ സമിതി സ്വീകരിച്ചത്? അനുച്ഛേദം 14 നിയമത്തിന് മുമ്പിലെ തുല്യതയ്ക്ക് വേണ്ടി. ഉത്തരം ഓപ്ഷൻ എ ആണ്. അനുച്ഛേദം 14 നിയമത്തിന് മുമ്പിലെ തുല്യതയ്ക്ക് വേണ്ടി. അടുത്ത ചോദ്യം 25ാമത്തെ ചോദ്യം. ഒരു ഗ്രേസിൻ ഭക്ഷ്യശൃംഖലയിൽ രണ്ടാം പോഷണ തലത്തിൽ കാണപ്പെടുന്ന ജീവി ഏത്? ഒരു ഗ്രേസിൻ ഭക്ഷ്യശൃംഖലയിൽ രണ്ടാം പോഷണ തലത്തിൽ കാണപ്പെടുന്ന ജീവി ഏത്? പ്രാഥമിക ഉപഭോക്താക്കളാണ് രണ്ടാം പോഷണത്തിൽ കാണപ്പെടുന്നത്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 26ാമത്തെ ചോദ്യം. ജീവി ബന്ധങ്ങളിൽ ഒന്നിന് ഗുണകരവും മറ്റേതിന് ഗുണമോ ദോഷമോ ഇല്ലാത്തതുമായ ബന്ധം ഏതാണ്? ജീവി ബന്ധങ്ങളിൽ ഒന്നിന് ഗുണകരവും മറ്റേതിന് ഗുണമോ ദോഷമോ ഇല്ലാത്തതുമായ ബന്ധം ഏതാണ്? കമൻസെലിസമാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഒരു ജീവി ബന്ധത്തിലെ ഒന്നിന് ഗുണകരവും എന്നാൽ മറ്റേതിന് ഗുണമോ ദോഷമോ ഇല്ലാത്ത ബന്ധമാണ് കമൻസെലിസം. 27ാമത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ ഏതാണ് ഇൻസിറ്റു കൺസർവേഷനിൽ ഉൾപ്പെടാത്തത്? ജീൻ ബാങ്കുകളാണ്. ജീൻ ബാങ്കുകൾ ഇൻസിറ്റു കൺസർവേഷനിൽ ഉൾപ്പെടുന്നില്ല. ഓപ്ഷൻ സി ആണ് ഉത്തരം. ജീൻ ബാങ്കുകൾ. 28ാമത്തെ ചോദ്യം. ഹീമോഡയാലിസിസ് രക്തം കട്ട പിടിക്കാതിരിക്കാൻ ഉപയോഗിക്കുന്ന രാസപദാർത്ഥത്തിൻ്റെ പേരെന്ത്? ഹീമോഡയാലിസിൽ രക്തം കട്ട പിടിക്കാതിരിക്കാൻ ഉപയോഗിക്കുന്ന രാസപദാർത്ഥത്തിൻ്റെ പേരെന്ത്? ഹെപ്പാരിൻ ആണ് ഉത്തരം. ഓപ്ഷൻ എ ആണ് ഉത്തരം. 26ാമത് PV മെമ്മോറിയൽ എൻഡോമെൻറ്റ് അവാർഡ് നേടിയ പരിസ്ഥിതി പ്രവർത്തകനാര്? 26ാമത് PV മെമ്മോറിയൽ എൻഡോമെൻറ്റ് അവാർഡ് നേടിയ പരിസ്ഥിതി പ്രവർത്തകനാര്? ശ്രീമാൻ നാരായണൻ. ഓപ്ഷൻ സി ആണ് ഉത്തരം. ശ്രീമാൻ നാരായണൻ. 30ാമത്തെ ചോദ്യം. താഴെ തന്നിരിക്കുന്നവയിൽ വ്യത്യസ്ത തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലം ഏതാണ്? അഡ്ഹിഷൻ ബലമാണ്. അഡ്ഹിഷൻ ബലം. ഓപ്ഷൻ എ ആണ് ഉത്തരം. അഡ്ഹിഷൻ ബലം. വ്യത്യസ്ത തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലമാണ് അഡ്ഹിഷൻ ബലം. കൊഹിഷൻ ബലം എന്താണ്? കൊഹിഷൻ ബലം ഒരേ തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലമാണ് കൊഹിഷൻ ബലം. കൊഹിഷൻ ബലം. അടുത്ത ചോദ്യം. ഭൂമിയുടെ ഉപരിതലത്തിൽ പലായന പ്രവേഗം എത്ര? 11.2 km/s ആണ്. 11.2 km/s ആണ് ഭൂമിയുടെ ഉപരിതലത്തിലെ പലായന പ്രവേഗം. ഓപ്ഷൻ ബി ആണ് ഉത്തരം. അടുത്ത ചോദ്യം. മൂന്നാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണമേത്? ഏതാണ് മൂന്നാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണം? ചവണയാണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. നാരങ്ങ ഞെക്കി ബോട്ടിൽ ഓപ്പണർ ഇതെല്ലാം രണ്ടാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണമാണ്. നാരങ്ങ ഞെക്കിയും ബോട്ടിൽ ഓപ്പണറും. എന്നാൽ കത്രിക ഒന്നാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണം കത്രികയാണ്. അടുത്ത ചോദ്യം. ചന്ദ്രനിൽ പേടകം വിജയകരമായി ഇറക്കിയ നാലാമത്തെ രാജ്യം ഏത്? ഇന്ത്യ. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ചന്ദ്രനിൽ പേടകം വിജയകരമായി ഇറക്കിയ നാലാമത്തെ രാജ്യമാണ് ഇന്ത്യ. അടുത്ത ചോദ്യം. ഒരു ആംഫെറ്ററിക് ഓക്സൈഡിന് ഉദാഹരണം ഏതാണ്? സിങ്ക് ഓക്സൈഡാണ്. ZnO. ഓപ്ഷൻ സി ആണ് ഉത്തരം. അടുത്തത്. കപട സംക്രമണ മൂലകം ഇവയിൽ ഏതാണ്? കപട സംക്രമണ മൂലകം Hg ആണ്. മെർക്കുറിയാണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. Ag എന്താണ്? Ag സിൽവർ ആണ്.
Cu കോപ്പർ, Cr ക്രോമിയം. Hg എന്താണ്? മെർക്കുറിയാണ്. അടുത്ത ചോദ്യം 36ാമത്തെ ചോദ്യം. ഈ ഗ്രാഫ് ഏത് വാതക നിയമത്തെയാണ് സൂചിപ്പിക്കുന്നത്? ഈ ഗ്രാഫ് ഏത് വാതക നിയമത്തെയാണ് സൂചിപ്പിക്കുന്നത്? ബോയിൽ നിയമത്തെയാണ് ഈ ഗ്രാഫ് സൂചിപ്പിക്കുന്നത്. ഓപ്ഷൻ എ ആണ് ഉത്തരം. ബോയിൽ നിയമം. ഇവിടെ പി എന്ന് പറയുന്നത് ഇതിൻ്റെ മർദ്ദവും വി എന്ന് പറയുന്നത് ഇതിൻ്റെ വ്യാപ്തവുമാണ്. വി എന്ന് പറയുന്നത് വ്യാപ്തം. മർദ്ദവും വ്യാപ്തവും വരുന്നത് ബോയിൽ നിയമമാണ്. സ്ഥിരോഷ്മാവിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വാതകത്തിൻ്റെ മർദ്ദം അതിൻ്റെ വ്യാപ്തത്തിന് വിപരീത അനുപാതത്തിന് ആയിരിക്കും. അതാണ് ബോയിൽ നിയമം പറയുന്നത്. ഒരു സ്ഥിരമായി നിൽക്കുന്ന ഒരു ഊഷ്മാവിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വാതകത്തിൻ്റെ മർദ്ദം അതിൻ്റെ വ്യാപ്തത്തിന് വിപരീത അനുപാതത്തിലായിരിക്കും. അതാണ് ബോയിൽ നിയമം പറയുന്നത്. അടുത്ത ചോദ്യം. ശക്തിയേറിയതും ഭാരമില്ലാത്തതുമായ കാന്തങ്ങൾ നിർമ്മിക്കാൻ ഇന്ന് വ്യാപകമായി ഉപയോഗിക്കുന്ന ലോഹം ഏത്? ശക്തിയേറിയതും ഭാരമില്ലാത്തതുമായ കാന്തം നിർമ്മിക്കാൻ ഇന്ന് വ്യാപകമായി ഉപയോഗിക്കുന്ന ലോഹം നിയോഡിമിയമാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. നിയോഡിമിയം. 38ാമത്തെ ചോദ്യം. അയ്യങ്കാളിയെ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന ഏത്? സാധുജന പരിപാലന സംഘം രൂപീകരിച്ചു. അത് ശരിയായ പ്രസ്താവനയാണ്. അയ്യങ്കാളിയാണ് സാധുജന പരിപാലന സംഘം രൂപീകരിച്ചത്. തിരുവിതാംകൂർ ശ്രീമൂലം പ്രജാസഭ അംഗമായിരുന്നു. അതും ശരിയാണ്. അതും അയ്യങ്കാളിയെ സംബന്ധിച്ച പ്രസ്താവനയാണ്. വില്ലുവണ്ടി സമരത്തിന് നേതൃത്വം നൽകി. അത് ശരിയാണ്. തിരുവനന്തപുരം കണ്ണമ്മൂലയിൽ ജനിച്ചു. ഇത് തെറ്റായ പ്രസ്താവനയാണ്. അയ്യങ്കാളി ജനിച്ചത് തിരുവനന്തപുരത്തടുത്തുള്ള വെങ്ങാനൂരിലാണ് അയ്യങ്കാളി ജനിച്ചത്. ഇവിടെ തെറ്റായ പ്രസ്താവന ഏത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ ഡി തെറ്റായ പ്രസ്താവനയാണ്. സോ നമ്മുടെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. തിരുവനന്തപുരം കണ്ണമ്മൂലയിൽ ജനിച്ചു. അത് തെറ്റാണ്. തിരുവനന്തപുരത്തിനടുത്തുള്ള വെങ്ങാനൂരിലാണ് അയ്യങ്കാളി ജനിച്ചത്. കണ്ണമ്മൂലയിൽ ആരായിരുന്നു ജനിച്ചത്? ചട്ടമ്പി സ്വാമിയാണ് കണ്ണമ്മൂലയിൽ ജനിച്ചത്. ചട്ടമ്പി സ്വാമികൾ ജനിച്ചത് തിരുവനന്തപുരം കണ്ണമ്മൂലയിലാണ്. അടുത്ത ചോദ്യം. ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷൻ്റെ പ്രസിഡൻ്റായ ആദ്യ വനിത ആര്? ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ്റെ പ്രസിഡൻ്റായ ആദ്യ വനിത ആരാണ്? പി.ടി. ഉഷയാണ് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ്റെ പ്രസിഡൻ്റായ ആദ്യ വനിത. ഓപ്ഷൻ ബി ആണ് ഉത്തരം. അടുത്ത ചോദ്യം. കഥാപാത്രവും നോവലും തെറ്റായ ജോഡി ഏത്? അതിൽ തെറ്റായ ജോഡി ഏത് എന്നാണ് ചോദ്യം. സേതു കാലം അത് ശരിയായ ജോഡിയാണ്. രവി ഖസാക്കിൻ്റെ ഇതിഹാസം അതും ശരിയായ ജോഡിയാണ്. സുഹറ എൻ്റെ ഉപ്പൂപ്പാക്കൊരാനുണ്ടായിരുന്നു അത് തെറ്റാണ്. എൻ്റെ ഉപ്പൂപ്പാക്കൊരാനുണ്ടായിരുന്നു എന്ന നോവലിലെ കഥാപാത്രം പാത്തുമ്മയാണ്. പപ്പു ഓടയിൽ നിന്ന് അതും ശരിയാണ്. ഇവിടെ തെറ്റായ ജോഡി ഏതാണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻ സി ആണ് തെറ്റായിട്ട് വരുന്നത്. സോ ആൻസർ ഓപ്ഷൻ സി. സുഹറ എൻ്റെ ഉപ്പാപ്പക്കൊരാനുണ്ടായിരുന്നു എന്നത് തെറ്റാണ്. അതിലെ കഥാപാത്രം കുഞ്ഞി പാത്തുമ്മയായിരുന്നു. അടുത്ത ചോദ്യം. പിയാത്ത ആരുടെ കലാസൃഷ്ടിയാണ്? ഓപ്ഷൻ എ ആണ് ഉത്തരം. മൈക്കലാഞ്ചലോയുടെ ഒരു പെയിൻറ്റിംഗ് ആണ് പിയാത്ത. അടുത്ത ചോദ്യം. റാം കെയർ ഓഫ് ആനന്ദി എന്ന നോവലിൻ്റെ രചയിതാവ് ആര്? റാം കെയർ ഓഫ് ആനന്ദി എന്ന നോവലിൻ്റെ രചയിതാവ് ആരാണ്? അഖിൽ പി ധർമ്മജൻ്റെ നോവലാണ് റാം കെയർ ഓഫ് ആനന്ദി. ഓപ്ഷൻ സി അഖിൽ പി ധർമ്മജൻ. ഓപ്ഷൻ സി ആണ് ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ. സിസ്റ്റം സോഫ്റ്റ്വെയറിന് ഉദാഹരണം ഏതാണ്? ഉദാഹരണം വിൻഡോസ് ആണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം. അടുത്ത ചോദ്യം. ഇ ഗവേണൻസിനെ പറ്റി താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരി ഏതാണ്?
ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനത്തിൽ സുതാര്യത ഉണ്ടാക്കുന്നു. ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനത്തിൽ സുതാര്യത ഉണ്ടാക്കുന്നു. അത് ശരിയാണ്. ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്നു. ഇത് ശരിയാണ്. ഗവൺമെൻറ് ഓഫീസുകളിലേക്കുള്ള പൊതുജനങ്ങളുടെ സന്ദർശനം വർദ്ധിപ്പിക്കുന്നു. ഇത് തെറ്റായ സ്റ്റേറ്റ്മെൻറ്റാണ്. ഇവിടെ പ്രസ്താവനകളിൽ ശരി ഏത് എന്നാണ്. 1ഉം 2ഉം ആണ് ശരിയായിട്ട് വരുന്നത്. 1ഉം 2ഉം. 1ഉം 2ഉം ഓപ്ഷൻ സി ആണ്. ഉത്തരം സി ആണ്. ഓൺലി 1 and 2. അടുത്ത ചോദ്യം. 2 വ്യത്യസ്തങ്ങളായ നെറ്റ്വർക്കുകളെ ബന്ധിപ്പിക്കുന്നതിനുള്ള ഉപകരണം ഏത്? 2 വ്യത്യസ്തങ്ങളായ നെറ്റ്വർക്കുകളെ ബന്ധിപ്പിക്കുന്നതിനുള്ള ഉപകരണം ഏത്? ഗേറ്റ്വേ ആണ്. ഗേറ്റ്വേ ആണ് 2 വ്യത്യസ്ത നെറ്റ്വർക്കുകളെ ബന്ധിപ്പിക്കുന്നത്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. അടുത്ത ചോദ്യം. വിവരാവകാശ നിയമം 2005 പ്രകാരം താഴെ പറയുന്നവയിൽ ഏതെല്ലാം വിവരങ്ങളാണ് വെളിപ്പെടുത്തലിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നത്? വിവരാവകാശ നിയമം 2005 പ്രകാരം താഴെ പറയുന്നവയിൽ ഏതെല്ലാം വിവരങ്ങളാണ് വെളിപ്പെടുത്തൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നത്? അന്വേഷണ പ്രക്രിയയെ തടസ്സപ്പെടുത്തുന്ന വിവരങ്ങൾ. അന്വേഷണ പ്രക്രിയയെ തടസ്സപ്പെടുത്തുന്ന വിവരങ്ങൾ അത് വിവരാവകാശ നിയമത്തിൽ നിന്നും ഒഴിവാക്കിയ കാര്യമാണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. അടുത്ത ചോദ്യം. രാഹുൽ ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയി. താൻ വാങ്ങുവാൻ ഉദ്ദേശിക്കുന്ന സാധനത്തിൻ്റെ പാക്കറ്റിൽ നൽകിയിരുന്ന എല്ലാ വിവരങ്ങളും ശ്രദ്ധാപൂർവം വായിക്കുന്നു. ഒരു ഉപഭോക്താവ് എന്ന നിലയിൽ രാഹുൽ ഏത് അവകാശമാണ് ഉപയോഗിക്കുന്നത്? ഏത് അവകാശമാണ്? വിവരാവകാശമാണ് ഉപയോഗിക്കുക. സോ ഓപ്ഷൻ ബി ആണ് ഉത്തരം. അടുത്ത ചോദ്യം. ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നുള്ള കുട്ടികളുടെ സംരക്ഷണ നിയമം 2012 പ്രകാരം താഴെ പറയുന്നവരിൽ ആർക്കെതിരെയാണ് പ്രേരണ കുറ്റത്തിനു കേസെടുക്കാൻ കഴിയുന്നത്? ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നുള്ള കുട്ടികളുടെ സംരക്ഷണ നിയമം 2012 പ്രകാരം താഴെ പറയുന്നവരിൽ ആർക്കെതിരെയാണ് പ്രേരണ കുറ്റത്തിന് കേസെടുക്കാൻ കഴിയുന്നത്? ഏതെങ്കിലും വ്യക്തിയെ പ്രേരിപ്പിക്കുന്ന, ഏതെങ്കിലും ഗൂഢാലോചനയിൽ ഏർപ്പെടുന്ന, അല്ലെങ്കിൽ ഒരു കുട്ടിക്കെതിരെ ലൈംഗിക കുറ്റകൃത്യം ചെയ്യാൻ മനഃപൂർവ്വം സഹായിക്കുന്നയാൾ. ഏതെങ്കിലും ഒരു വ്യക്തിയെ പ്രേരിപ്പിക്കുന്ന, ഏതെങ്കിലും ഗൂഢാലോചനയിൽ ഏർപ്പെടുന്ന, അല്ലെങ്കിൽ ഒരു കുട്ടിക്കെതിരെ ലൈംഗിക കുറ്റകൃത്യം ചെയ്യാൻ മനഃപൂർവ്വം സഹായിക്കുന്നയാൾക്കാണ് പ്രേരണ കുറ്റത്തിന് കേസെടുക്കുക. സോ ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഓപ്ഷൻ ബി ആണ് ഉത്തരം. അടുത്ത ചോദ്യം. ഗാർഹിക അതിക്രമങ്ങളിൽ നിന്ന് വനിതകളെ സംരക്ഷിക്കുന്നതിനുള്ള നിയമം 2005 പ്രകാരം ഒരു കൂരയ്ക്കു കീഴെ താമസിക്കുന്ന താഴെ പറയുന്ന വ്യക്തികളിൽ കുടുംബ ബന്ധത്തിൻ്റെ പരിധിയിൽ വരുന്നത് എന്തെല്ലാം? കുടുംബ ബന്ധത്തിൻ്റെ പരിധിയിൽ വരുന്നവർ ആരൊക്കെയാണ്? ഭാര്യയും ഭർത്താവും. അത് ശരിയാണ്. രക്തബന്ധമുള്ള വ്യക്തികൾ, അതും ശരിയാണ്. വിവാഹ സമാനമായ ബന്ധമുള്ള വ്യക്തികൾ, അതും ശരിയാണ്. അപ്പോൾ മുകളിൽ പറഞ്ഞവ എല്ലാ കാര്യങ്ങളും ഈ കുടുംബ ബന്ധ പരിധിയിൽ വരുന്ന ആളുകളാണ്. സോ ഓപ്ഷൻ ഡി ആണ് ഉത്തരം. മുകളിൽ പറഞ്ഞവയെല്ലാം. അടുത്ത ചോദ്യം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ ആരാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ ആരാണ്? ആരാണ്? ജസ്റ്റിസ് അരുൺ കുമാർ മിശ്രയാണ്. ജസ്റ്റിസ് അരുൺ കുമാർ മിശ്ര. ഓപ്ഷൻ എ ആണ് ഉത്തരം. ഇത്രയും കാര്യങ്ങളാണ് ഈ ക്വസ്റ്റ്യനിലെ GK നിന്ന് വരുന്ന ഭാഗങ്ങൾ. ഓരോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ്റെ GK ഭാഗങ്ങൾ അതുമായി ബന്ധപ്പെട്ട റിലേറ്റഡ് ഫാക്റ്റും നോക്കിയാൽ ഉറപ്പായിട്ടും LEC പോലുള്ള പരീക്ഷകൾക്ക് നല്ലൊരു മാർക്ക് നേടാൻ സാധിക്കും.